അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ട് വെച്ചതായിരുന്നു ഇത് കേട്ടോ. അതൊക്കെ ഇപ്പോൾ കഴിയാനായിട്ടുണ്ട്. അതിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഇന്നലെ കാണിക്കാൻ എടുത്തതായിരുന്നു. ഇത് വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. രാത്രി വൈകിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴുകിയതിന് ശേഷം കവറിലിട്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോക്സിലാക്കി വെച്ചതായിരുന്നു മീൻ കേട്ടോ. അപ്പോൾ കുറച്ച് ഇതുപോലെ ഒരു ബോക്സിലുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ എടുത്ത് നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്ക് അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിത് എന്താണെന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് മീനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതുവരെ ഞാൻ മീൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഏകദേശം ഒരു 8:45 ആയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ എനിക്ക് നന്നാക്കാൻ വയ്യാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അപ്പൂസ് വന്നിട്ട് ചോദിച്ചത് എന്താണിത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലത്തെ പണികളൊക്കെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞു. നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് മീൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമുക്ക് മസാല തേച്ച് വെക്കാനുണ്ട്. അതുപോലെ തന്നെ അന്ന് അയിലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ നന്നാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മത്തിയൊക്കെ നന്നാക്കാനാണെങ്കിൽ കുറേ നേരം വേണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ചെളുക്കല്ലേ അതൊക്കെ കളയുമ്പോഴേക്ക് എല്ലായിടത്തും തെറിക്കും. അപ്പോൾ അങ്ങനെ തെറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും മത്തിയൊക്കെ കൊണ്ടുവരുമ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് തേച്ച് വെക്കാം കേട്ടോ. ഇത് തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയണം. ഞാൻ ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കളറായിട്ടിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എരിവ് ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണ്. അപ്പോൾ അത് ചില ദിവസങ്ങളിൽ ചില പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ നല്ല എരിവുണ്ടായിരിക്കും. ചില പ്രാവശ്യം ഒരു എരിവ് ഉണ്ടാവില്ല കേട്ടോ. വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് ഇവിടെ തന്നെ വറുത്ത് അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് 2-3 അയില എടുത്തിട്ട് ഞാൻ കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പുളിയുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വേറെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കുന്നില്ല. ഇതാണ് ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മനുവിന് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളിന്ന് വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ടി വിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അപ്പൂസ് ടി വി കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കില്ല. ഇതുപോലെ അവൻ കളിച്ചുകൊണ്ടിരിക്കും. ടി വി അവിടെ ഓൺ ചെയ്ത് വെക്കുകയാണ് അവൻ്റെ മെയിനായിട്ടുള്ള ആവശ്യം. പക്ഷേ മനു അങ്ങനെയല്ല കേട്ടോ. മനു ടി വി കാണുന്ന ആ ഒരു ടൈമിൽ ടി വിയിൽ നിന്ന് കണ്ണെടുക്കില്ല. കണ്ടില്ലേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ടൈമിൽ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നില്ല. മഴ കുറച്ച് നേരം ഒന്ന് ചാറി പോയി. അതിന് ശേഷം ഉള്ളതാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറുണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ എനിക്കും അപ്പൂസിനും മനുവിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൂസിനെ പെടുത്താൻ പറ്റില്ല കേട്ടോ. മീൻ കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ മീനുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. പക്ഷേ ഏട്ടനുണ്ടെങ്കിൽ അങ്ങനെയല്ല. കറിയും നിർബന്ധമാണ്, ഉപ്പേരിയും നിർബന്ധമാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഉപ്പേരി ആണെങ്കിൽ മാത്രമേ മീനിൻ്റെ കൂടെ എടുക്കാറുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ മീൻ മാത്രമായിരിക്കും ഞങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ചോറുണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു ടൈമിൽ പോലും അവൻ അവിടെ ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ. എണീറ്റ് വന്നിട്ടില്ല. പിന്നെ ഞാനും അധികം നിർബന്ധിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം എന്നും സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. 5 ദിവസം സ്കൂള്, പിന്നെ ശനി ഞായറും അല്ലേ അവധിയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം ആണ് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ടി വി കാണുള്ളൂ കേട്ടോ. അതായത് ഒരു സിനിമ കംപ്ലീറ്റ് കാണില്ലേ, അങ്ങനെയൊക്കെ കാണുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ
വൈകുന്നേരം വന്നാൽ പിന്നെ അതിനൊന്നും അങ്ങനെ സമയം ഉണ്ടാവില്ല. എഴുതാനിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അധികം സമയം അതിനൊന്നും ഉണ്ടാവില്ല. എഴുതൽ തീരുമ്പോഴേക്ക് തന്നെ വായിക്കാനുള്ള നേരം അവർക്ക് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് എഴുതുന്നത്. കളിക്കാനൊന്നും മനു പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ് കേട്ടോ. വരുന്നൊരു സമയം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 5 മണി കഴിയും, 5:15 എന്നുള്ളതൊക്കെ. പിന്നെ എവിടെയാണ് സമയം? പിന്നെ വിളക്ക് കാണിക്കാനുള്ള നേരമായല്ലോ. അവർ ഭക്ഷണം കഴിക്കലും കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ വിളക്ക് കാണിക്കാനുള്ള നേരമായി. പിന്നെ കുറച്ച് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ തന്നെ അപ്പോഴത്തെ നേരമൊക്കെ പോയിട്ടോ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും പറയാനിരുന്നാൽ അവർക്ക് സന്തോഷമായി എന്നേ ഉള്ളൂ കേട്ടോ. കാരണം അത്രയും വായിക്കണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വിളക്ക് കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമഃശിവായ ചൊല്ലി കഴിയുമ്പോഴേക്ക് തന്നെ കുറച്ച് നേരമാകും. അത് കഴിഞ്ഞ് ഇവർ എഴുതാനിരിക്കുകയാണ് ചെയ്യുക, വായിക്കാനിരിക്കുകയല്ല ചെയ്യുക കേട്ടോ, എഴുതാനിരിക്കുകയാണ് ചെയ്യുക. എഴുതി കഴിയുമ്പോഴേക്ക് ഏകദേശം ചോറുണ്ണാനുള്ള പരുവത്തിലൊക്കെ ആയിരിക്കും. അവന് പെട്ടെന്ന് അങ്ങനെ ഉറക്കം വരാറൊന്നുമില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 8 മണി ആകുമ്പോഴേക്കും ഉറക്കം വരുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നേ. പക്ഷേ ഇവന് ഉറക്കമൊന്നും വരുന്നില്ല, പക്ഷെ അവൻ കിടന്നാൽ വേഗം ഉറങ്ങിപ്പോവേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. നമ്മളിതേ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. കുറേ നേരമായി ഞാൻ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. പപ്പൂസ് എന്തായാലും എൻ്റെ കൂടെ വരും. മഴ ചാറുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഈ സൈഡ് ഭാഗത്തേക്ക് നമുക്ക് അങ്ങനെ അധികം വരാറൊന്നുമില്ല കേട്ടോ. ഒരു കാര്യത്തിനും വരാറില്ലേ. പൊതുവേ ഇങ്ങോട്ട് വരാതെ ആയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ സൈഡ് ഭാഗം നിങ്ങൾ കണ്ടില്ലേ, നല്ല ഉയരത്തിൽ നിൽക്കുന്നത്. ഇത് അവിടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെങ്ങാണ് കേട്ടോ. അപ്പോൾ ആ തെങ്ങും പിന്നെ അതിൻ്റെ മുകളിൽ തട്ടിലുള്ള തെങ്ങും ഒക്കെ കൂടി തേങ്ങ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും വന്ന് വീഴുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും വരാത്തത്. അപ്പുറത്തെ സൈഡിലാണ് എന്നുണ്ടെങ്കിൽ തേങ്ങയൊന്നും അങ്ങോട്ട് വരില്ല, താഴത്തേക്കല്ലേ വീഴുള്ളൂ. ഇത് പക്ഷേ അങ്ങനെയല്ല, വീടിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് തെങ്ങൊക്കെ ചരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വീണ നേരെ ഇങ്ങോട്ട് വന്ന് തെറിക്കും അത് കേട്ടോ. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങാത്തത്. അതിപ്പോൾ കുട്ടികളായാലും വലിയവരായാലും തേങ്ങ വീണാൽ വീണത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. എന്നാൽ കൂടി വല്ലപ്പോഴും ഒക്കെ ഇറങ്ങുള്ളൂ. ഇറങ്ങാറൊക്കെ ഉണ്ട്, തീരെ ഇറങ്ങാറില്ല എന്നല്ല. പക്ഷെ നമ്മളെന്നും ഒന്നും ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ആകെ പുല്ല് നിറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട്. ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീരില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പൂസിനെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണ്ടേ ചെയ്യണമെങ്കിൽ. നമുക്ക് ഇതങ്ങോട്ട് ചെയ്ത് തീർത്തിട്ട് ഞാൻ വേറെയുള്ള പണിക്ക് പോകുള്ളൂ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിൽ തോന്നണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം മാത്രമായിട്ട് കാര്യമല്ല, എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ആദ്യം തോന്നണ്ടേ. അങ്ങനെ ഒരു തോന്നുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും. പക്ഷേ അപ്പൂസിനെയും വെച്ചിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് എന്തൊക്കെയോ അവിടെ ചെയ്ത് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇനി ബാക്കി അടുത്ത ദിവസം ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വേഗമൊക്കെ ഒന്ന് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കേട്ടോ. ഇപ്പോൾ എന്നും ഉച്ചയ്ക്ക് ശേഷം മഴയാണല്ലോ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിൽക്കാൻ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. സുഖമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ആകെക്കൂടെ കിട്ടിയിട്ടുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ, സമാധാനം എന്നുദ്ദേശിച്ചത് എന്താണെന്നറിയോ, നമ്മൾ ഇവിടെ അങ്ങനെ അടുത്ത് പെട്ടെന്ന് വീടുകളൊന്നുമില്ല. അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന വീട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, പണികളൊന്നും കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ അങ്ങനെ വീടുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് വളരെ അടുത്താണ്. പിന്നെ 5-6 കടകൾ, പള്ളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചെറിയൊരു അങ്ങാടി ആയിട്ടുണ്ടാവില്ലേ, അങ്ങനെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നോക്കിയാൽ കാണുക. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങോട്ട് ശരിക്ക് കാണാം, അവിടേക്ക് ശരിക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് ഇതുപോലെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ഒന്നും ഒരു വ്യക്തമല്ലാത്ത ചിത്രങ്ങൾ, അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ.
ആരാ ചീത്ത കുട്ടി? അപ്പൂസോ? അപ്പൂസ് നല്ല കുട്ടിയാ? ആണോ? അംഗനവാടിയിൽ കൊണ്ടാക്കണോ? അപ്പൂസിനെ അംഗനവാടി കൊണ്ടാക്കട്ടെ? അപ്പൂസിനെ അംഗനവാടി കൊണ്ടാക്കട്ടെ? അപ്പൂസിനെ ഏട്ടനെയും കൊണ്ടാക്കാം. അമ്മമ്മ വീട്ടിൽ പോവാ വേണ്ട അപ്പൂസിന്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അടുത്തടുത്തായിട്ട് ഇവിടെ തന്നെയാണെന്ന് തോന്നും. അതുകൊണ്ട് ഫുൾ ടൈം ഞങ്ങൾ ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് നമ്മളെ ചെടികളായാലും മുറ്റം നന്നാക്കിയിട്ടുള്ളതായാലും താഴത്ത് നമ്മളെ മുരിങ്ങകളാണെങ്കിൽ നിരത്തി വെച്ചിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ ചെയ്യാനൊക്കെ ഉണ്ട്. ഇവിടെ കപ്പയില്ലേ, കപ്പ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഈ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് കുറവാണ്, വ്യൂസ് കാണുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. പുതിയ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ അകത്തായിട്ടും പുറത്തായിട്ടും ഉള്ള ഓരോ പണികളാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ എനിക്കിന്ന് കാണിക്കാനുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും നാളത്തെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ.